കാർഷിക പൈതൃകം ഇന്നും കൈവിടാത്ത പ്രാദേശിക സൗന്ദര്യമാണ് പത്തനംതിട്ട ജില്ലയിലെ മെഴുവേലി ഗ്രാമത്തിനുള്ളത്. നെല്ലും തെങ്ങും കുരുമുളകും പച്ചക്കറികളും മരച്ചീനി ഉൾപ്പെടെയുള്ള കിഴങ്ങുവർഗ്ഗ വിളകളും മൃഗസംരക്ഷണവുമൊക്കെ മെഴുവേലിയുടെ സാമൂഹിക പുരോഗതിയുടെ ഭാഗമായിരുന്നു. സംസ്ഥാന കാർഷിക വകുപ്പിന്റെ ഊർജിത ശ്രമങ്ങൾ കൃഷിഭവൻ വഴി കർഷകരിൽ എത്തിച്ചതോടെ കാർഷിക രംഗത്ത് ഒരു പുത്തനുണർവ് ദൃശ്യമായി. ഇതിലേറ്റവും വിജയം കണ്ടത് പാരമ്പര്യ കൃഷിരീതിയും ശാസ്ത്രീയ കൃഷിരീതിയും ചേർന്ന സമ്മിശ്ര കാർഷിക മേഖലയായിരുന്നു. ഈ രംഗത്ത് കാലുറപ്പിച്ചു നിന്ന് സ്വന്തം കാർഷിക വഴിതെളിച്ച 2 കർഷക ബന്ധുക്കളാണ് മെഴുവേലി രാമപുരത്ത് വീട്ടിലെ രാംരാജുവും അദ്ദേഹത്തിന്റെ മകൻ അരുൺ രാജുവും. നീണ്ട 34 വർഷത്തെ ഔദ്യോഗിക ജീവിതത്തിന് ശേഷം വൈദ്യുതി ബോർഡിൽ നിന്നും അസിസ്റ്റന്റ് എഞ്ചിനീയറായി വിരമിച്ച രാംരാജ് തന്റെ വിശ്രമ ജീവിതം കാർഷിക വൃത്തിയിലേക്ക് മാറ്റുകയായിരുന്നു. കാർഷിക പാരമ്പര്യം നിറഞ്ഞു നിന്നിരുന്ന കുടുംബ പശ്ചാത്തലമാണ് രാംരാജിന്റേത്. കാളയും കലപ്പയും നുകവും ഒക്കെ ഉപയോഗിച്ച് നിലം ഉഴുതുമറിച്ച് കഠിനാധ്വാനത്തിൽ കിളിർപ്പിച്ചു വളർത്തി വലുതാക്കിയ ഒരു കാർഷിക പഴമയുടെ സുഗന്ധം ഇന്നും ഈ കർഷകന്റെ മനസ്സിലുണ്ട്. പരമ്പരാഗതമായിട്ട് താങ്കളൊരു ക്ഷീരകർഷകനാണെങ്കിലും വ്യാവസായിക അടിസ്ഥാനത്തിലേക്ക് വരാനുള്ള ഒരു കാരണം? ഒരു ക്ഷീരകർഷകനാണെങ്കിൽ പോലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡിലെ ഒരു എഞ്ചിനീയറായിരുന്നു. അപ്പം ആ ജോലിയുള്ള സമയത്ത് പോലും അന്നും 4-5 പശുക്കളുണ്ട്. അപ്പോൾ അതിനെ വെളുപ്പാങ്കാലത്ത് കറന്ന്, ഇവിടെ അന്ന് മറ്റേ കറവയ്ക്ക് ആളില്ല, അപ്പം കറന്ന് ഈ പാല് സൊസൈറ്റിയിൽ കൊണ്ട് കൊടുത്തതിന് ശേഷം രാവിലെ 7-8 മണിയാകുമ്പോഴത്തേക്കും ഓഫീസിൽ പോകുന്ന ഒരു സംവിധാനമായിരുന്നു അന്ന്. അതിനുശേഷം വന്നു കഴിയുമ്പോൾ റിട്ടയർ ചെയ്തതിന് ശേഷം അല്പം കൂടി ഇത് വിപുലീകരിച്ചാൽ കൊള്ളാമെന്നൊരു താല്പര്യവും എൻ്റെ മക്കൾ 2 പേരും അതിനകത്ത് വളരെ താല്പര്യപൂർവ്വം മുന്നോട്ട് വന്നു. അപ്പോൾ അവർക്ക് ഒരു സ്വന്തം കാലിൽ നിൽക്കാനുള്ള ആ ഒരു ശേഷി വന്നു കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, അച്ഛാ നമുക്ക് ഇതൊന്ന് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യണം, അപ്പോൾ അതിന് വേണ്ട പുതിയ രീതിയിൽ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ അതിന് വേണ്ട സഹായങ്ങൾ ഞാൻ അവർക്ക് ചെയ്തു കൊടുത്തു. അപ്പോൾ അവരത് പിന്നെ ഒരു നല്ല രീതിയിൽ കൊണ്ടുവന്നെന്നാണ് എൻ്റെ വിശ്വാസം. 15 വർഷത്തെ പ്രവാസി ജീവിതത്തിന് ശേഷം കാർഷിക രംഗത്തോടുള്ള ആഭിമുഖ്യത്താൽ കൃഷിയിടത്തിലേക്ക് ഇറങ്ങിയതാണ് രാംരാജിന്റെ മകൻ അരുൺ രാജ്. സംശുദ്ധവും ഗുണപ്രദവുമായ ആഹാരം പ്രകൃതിയിൽ നിന്നും ലഭ്യമാകാം എന്ന ലക്ഷ്യത്തോടൊപ്പം കൃഷിയിടങ്ങളിൽ ചവിട്ടുനിന്ന ഒരു കുട്ടിക്കാലത്തെ കൂട്ടിക്കൊണ്ടുവരാനും കഴിയുന്നു എന്നതിലും അരുൺ രാജ് എന്ന ഈ യുവാവ് കൃഷിയെ ഹൃദയത്തിലേറ്റുന്നു. ഇന്നത്തെ പുതുതലമുറകൾ കൂടുതലും കാർഷിക മേഖലയിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. താങ്കൾ ഈ ഫീൽഡിലേക്ക് വരാനുള്ള കാരണം? 13 വർഷം ഞാൻ വിദേശത്തായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് കൂടുതൽ തോന്നിയത് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ തിരിച്ച് അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലൊരു 3-4 പശുക്കളുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഒന്നുകൂടെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് നല്ല പാല് വിതരണം ചെയ്യാൻ ഒരു നല്ലൊരു വരുമാന മാർഗം കണ്ടെത്താനും സാധിക്കും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ വിദേശത്ത് പോകാതെ ഇവിടെ തന്നെ നിന്നുകൊണ്ട് ഇത് ഡെവലപ്പ് ഇനിയും ഒരു കുറച്ച് 10-50 പശുക്കളെ കൂടെ ഇറക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. വിപുലീകരിക്കണം, നല്ല രീതിയിൽ ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകണമെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. നല്ല പാല് വിതരണം ചെയ്യുക എന്നുള്ളത്. 3 ഷെഡുകളിലായിട്ടാണ് പശുക്കളെ കെട്ടിയിരിക്കുന്നത്. 3 പശുവിൽ തുടങ്ങി ഇപ്പോൾ 25ഓളം പശുക്കളാണ് ഈ തൊഴുത്തിലുള്ളത്. 25 പശുക്കളിൽ 12ഓളം അയർലൻഡുകാരികളായ ഹോൾസ്റ്റീൻ ഫ്രീഷനും മറ്റുള്ളവരിൽ ഏറെയും സ്വിസ് ബ്രൗണും. 14 അടി ഉയരമുള്ള തൊഴുത്തിന് 35 അടി നീളവും 25 അടി വീതിയുമുണ്ട്. ചൂട് നിയന്ത്രിക്കാൻ കഴിവുള്ള ഷീറ്റുകൾ പാകി തൊഴുത്തിന്റെ മേൽക്കൂര തീർത്തിരിക്കുന്നു. തുറസായ നിർമ്മാണ രീതി കാറ്റിനെയും വെളിച്ചത്തെയും യഥേഷ്ടം തൊഴുത്തിലേക്ക് എത്തിക്കുന്നു. രണ്ടു നിരകളിലായി പുറത്തേക്ക് അഭിമുഖമായാണ് പശുക്കളെ തൊഴുത്തിൽ നിർത്തിയിരിക്കുന്നത്. തൊഴുത്തിന് സമീപം വളർന്നു പന്തലിച്ച മരങ്ങളേകുന്ന തണൽ മൂലം തണുപ്പിന്റെ അന്തരീക്ഷം തൊഴുത്തിൽ സദാ നിലനിൽക്കുന്നു. തൊഴുത്തിലെ ശുചിത്വ പ്രവർത്തനങ്ങൾക്ക് അരുൺ രാജ് വളരെ പ്രാധാന്യം തന്നെ നൽകുന്നു. തൊഴുത്ത് വൃത്തിയാക്കുന്നതിലും മറ്റു പരിചരണത്തിനുമായി അന്യസംസ്ഥാന തൊഴിലാളിയായ മേഘരാജ് അരുണിനെ സഹായിക്കുന്നു.
തൊഴുത്ത് കഴുകി ഒഴുകുന്ന ജലം പോകുന്നതിനും ഗോമൂത്രം ഒഴുകിപ്പോകുന്നതിനും പ്രത്യേക ഓടകൾ തൊഴുത്തിലുണ്ട്. ഈ കന്നുകാലി പരിപാലനത്തെ പറ്റി ഒന്ന് പറയാമോ? ഞങ്ങൾ വെളുപ്പിനെ 3 മണിയാകുമ്പോൾ എഴുന്നേക്കും. എഴുന്നേറ്റ് ഈ പശു 10-25 കിടാക്കളും എല്ലാം കൊണ്ടുണ്ട്. അപ്പോൾ അതിനെ കുളിപ്പിച്ച് വൃത്തിയാക്കി ശരിയാക്കി നിർത്തി കഴിയുമ്പോൾ ആ സാഹചര്യത്തിൽ പിന്നെ ഈ ജോലി ചെയ്യാൻ ആളുണ്ട്. ഒരു പിന്നെ പുറം നാട്ടുകാരനാണ്. അങ്ങേരെ വളരെ കൃത്യതയോടെ തന്നെ ഈ കാര്യങ്ങൾ ചെയ്യും. ഞാനും എൻ്റെ മൂത്ത മകൻ അരുണും ഞങ്ങളതിൻ്റെ ഒരു സൂപ്പർവിഷൻ എന്ന നിലയിൽ അത് പിന്നെ നോക്കും. അപ്പോൾ അതെല്ലാം വൃത്തിയായി ഭംഗിയായും ചെയ്യും. കറന്ന് ഒരു 4:15 ആകുമ്പോൾ കറവ് തുടങ്ങി കഴിഞ്ഞാൽ ഒരു 6 മണി 5-5:30 ആകുമ്പോഴത്തേക്ക് കറവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിള്ളേക്ക് അവർക്ക് ചായ കൊടുത്തു അതിനുശേഷം ഞങ്ങൾ പാല് ഒരു 6 മണി മുതൽ ആളുകൾ വരും പാലിന്. അപ്പോൾ അവർക്ക് കൊടുക്കും. ബാക്കി പാല് ഞങ്ങൾ സൊസൈറ്റിയിലും കടകളിലുമായിട്ട് കൊടുക്കുകയാണ്. പിന്നെ ഈ പശുവിനപ്പം അത് കഴിഞ്ഞാൽ 6 മണിയാകുമ്പോഴത്തേക്കും അവർ തീറ്റ കൊടുത്തു കഴിഞ്ഞ് പിന്നെ രാവിലെ മഴയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിനെ എല്ലാത്തിനും അഴിച്ച് പറമ്പിലൊക്കെ കെട്ടും. കാര്യം ഈ ഇടത്തിനകത്ത് തന്നെ ഇട്ടുകൊണ്ടിരിക്കാതെ പറമ്പിനകത്ത് അഴിച്ച് കെട്ടി പിന്നെ ഇടും. അപ്പോൾ അത് പശുവിന് കുറേ കൂടെ വ്യായാമം കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ചെയ്യും. പ്രഭാതത്തിൽ 4 മണിയോടെ തൊഴുത്തിലെ ജോലികൾ ആരംഭിക്കുന്നു. പശുക്കളെയെല്ലാം കുളിപ്പിച്ച് തൊഴുത്ത് വൃത്തിയാക്കിയ ശേഷം കറവ ആരംഭിക്കുന്നു. പശുക്കളെയെല്ലാം കൈകൊണ്ടാണ് ഇപ്പോഴും രാംരാജ് കറക്കുന്നത്. 6 മണിയോടുകൂടി പ്രതിദിനം 125 ലിറ്റർ പാൽ കറന്നു തീരുന്നതോടൊപ്പം തന്നെ പാൽ കുപ്പികളിലാക്കുന്നത് രാംരാജിന്റെ ഭാര്യ ഗീതയും മരുമകൾ ലക്ഷ്മിയുമാണ്. കുപ്പികളിലാക്കിയ കലർപ്പില്ലാത്ത ശുദ്ധമായ പാൽ 38 രൂപ നിരക്കിൽ സമീപവാസികൾക്ക് കൊടുക്കുകയാണ് പതിവ്. ബാക്കി വരുന്ന പാൽ ക്ഷീര സൊസൈറ്റിക്ക് നൽകുന്നു. ഫാമിനോട് ചേർന്ന് തന്നെ ബയോഗ്യാസ് പ്ലാന്റും സ്ലറി ടാങ്കും നിർമ്മിച്ചിട്ടുണ്ട്. വീട്ടാവശ്യത്തിനുള്ള ഗ്യാസ് പ്രവർത്തിക്കുന്നത് ഈ ബയോഗ്യാസ് പ്ലാന്റ് ഉപയോഗിച്ചാണ്. ഒരു വീട്ടമ്മ എന്ന നിലയിൽ ധാരാളം ഉത്തരവാദിത്തം ഉള്ള ഒരു വ്യക്തിയാണല്ലോ അമ്മ. ഇതിനിടയിലും ഈ ഫാം നടത്തിക്കൊണ്ട് പോകുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ? ബുദ്ധിമുട്ടൊന്നും എനിക്ക് പ്രത്യേകിച്ചില്ല. എനിക്കതിൽ താല്പര്യമുള്ളതുകൊണ്ട് അതൊരു നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നിയിട്ടുള്ളൂ ഇതുവരെ. ഏതൊക്കെ രീതിയിലാണ് സഹായിക്കുന്നത്? ഇവർ രാവിലെ എണീക്കുമ്പോൾ തന്നെ എണീറ്റ് കാപ്പി ഉണ്ടാക്കി കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞ് വരുന്നവർക്ക് പാല് അളന്നു കൊടുക്കും. പിന്നെ കുറേ കുപ്പിക്കകത്തൊക്കെ നിറച്ച് വെക്കും. പിന്നെ അധികം വരുന്ന പാല് കാച്ചി തൈരാക്കും, അതും കൊടുക്കും. പിന്നെ സമയം പോകും. പിന്നെ ആൾക്കാരെപ്പോഴും വന്നുകൊണ്ടിരിക്കും. അത് തന്നെ അല്ലെങ്കിൽ ഇവിടെ ഈ ഉള്ളിലായതുകൊണ്ട് ഇവിടെ ആൾക്കാരൊന്നും വരാറില്ലല്ലോ. ഇവരിപ്പോൾ ഈ പാല് വാങ്ങിക്കാൻ എപ്പോഴും ആൾക്കാർ വന്നുകൊണ്ടു. രാവിലത്തെ കറവ കഴിഞ്ഞാൽ പശുക്കളെയെല്ലാം പറമ്പിൽ അഴിച്ചുവിടുന്ന പതിവും ഇവർക്കുണ്ട്. പകൽ സമയത്ത് മിക്കപ്പോഴും പറമ്പിൽ മേയാൻ വിടുന്നതിലൂടെ പരിചരണ ചെലവ്, തീറ്റ ചെലവ് എന്നിവ കുറയ്ക്കാനും കന്നുകാലികൾക്ക് വ്യായാമം ലഭിക്കാനും ഈ മാർഗം ഉപകരിക്കുന്നു. പെല്ലറ്റും ജേഴ്സി പിണ്ണാക്കുമാണ് പശുക്കൾക്ക് കൊടുക്കുന്ന ഖരാഹാരം. 5:1 എന്ന അനുപാതത്തിൽ മിക്സ് ചെയ്ത് അതിൽ നല്ലെണ്ണയും കൂടി ഒഴിച്ചാണ് പശുക്കൾക്ക് കൊടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ടത് ഈ ജേഴ്സി പിണ്ണാക്കും കേരള ഫീഡ്സും കൂടെ അതിൻ്റെ കൂടെ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കാര്യം എന്തിനു വേണ്ടിയാണത്? ഇവിടെ അരുൺ വിളിച്ചനുസരിച്ച് ഞങ്ങളിവിടെ വരികയും ഞങ്ങൾ വെറ്റിനറി സർജനും ഞാനും കൂടെ നോക്കുമ്പോൾ ഇതിൻ്റെ കുളമ്പിൻ്റെ മോൾവശത്ത് വെച്ച് പൊരക്ക പോലെ വരികയും അതിങ്ങനെ വിണ്ട് കയറുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സാറിൻ്റെ നിർദ്ദേശപ്രകാരം നല്ലെണ്ണ അങ്ങാടി കടയിൽ നിന്ന് വാങ്ങിച്ച് നല്ലെണ്ണ തന്നെ തീറ്റയിൽ മിക്സ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞതിന് ശേഷം ഭയങ്കര മാറ്റമാണ് കണ്ടത്. പകുതി മാറുകയും ചെയ്തു. അതൊന്ന് കാണിക്കാമോ? ഈ കുളമ്പനയുടെയും ഈ ഭാഗത്ത് വെച്ച് ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ അലർജി പോലെ വന്നിട്ട് ഇങ്ങനെ വിണ്ട് കയറും. ഇത് കൊടുത്തതിന് ശേഷം വ്യത്യാസമുണ്ടോ? കൊടുത്തതിന് ശേഷം ഒരുപാട് വ്യത്യാസമുണ്ട്. ചിലതിൻ്റെ എല്ലാം പരിപൂർണമായിട്ട് മാറുകയും ചെയ്തു. പശുക്കളിൽ നിന്നും നമുക്കിനി രാംരാജിന്റെ ഹരിതവിളകളിൽ വരാം. വീടിനോട് ചേർന്നുള്ള ഈ പുരയിടത്തിൽ മുളക്, വെണ്ട, കത്തിരിക്ക, തക്കാളി, ഇഞ്ചി, മഞ്ഞൾ തുടങ്ങി വീട്ടാവശ്യത്തിനുള്ള എല്ലാ പച്ചക്കറികളും ഈ പറമ്പിൽ ഇവർ കൃഷി ചെയ്യുന്നു. പച്ചിലവളവും ചാണകവും യഥേഷ്ടം കിട്ടും എന്നതിനാൽ ജൈവ രീതിയിലാണ് കൃഷി ചെയ്യുന്നത്.
താങ്കളുടെ ഇഞ്ചി കൃഷിയെപ്പറ്റി ഒന്ന് വിവരിക്കാമോ? വിവരിക്കാം. ആദ്യം ഭൂമി വൃത്തിയായി കിളച്ച് അതിൻ്റെ കളകളെല്ലാം കളഞ്ഞ് ഭൂമി അത് എടുത്തതിന് ശേഷം പിന്നെ അത് വാരമെടുക്കണം. അതൊരു 4 അടി 4 അടി വീതിയിൽ വാരമെടുത്തിട്ട് ആ വാരത്തിനകത്ത് അത് ഞാൻ കുമ്മായവും ചാണകപ്പൊടിയും ചാരവും എല്ലാം കൂടി ഇട്ട് വൃത്തിയാക്കി ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ടതിന് ശേഷം തടവെടുത്ത് ഇഞ്ചി ആദ്യം നേരത്തെ തന്നെ നമ്മൾ ഇഞ്ചി കിളച്ചത് വിത്തിഞ്ചിയായിട്ട് മാറ്റിയിടണം. മാറ്റി വിട്ടിട്ട് ഒരു പിന്നെ 2 ഇഞ്ച് 1.5 ഇഞ്ച് 2 ഇഞ്ച് നീളത്തിൽ അത് ഒടിച്ച് അത് നമ്മൾ ഇതിനകത്ത് അത് ചെറുതായിട്ടൊരു മുള വരും നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ നടുക. അപ്പോൾ ഒരു 1.5-2 അടി അകലത്തിൽ വെച്ച് നട്ട് കഴിഞ്ഞാൽ കൂടുതൽ ഇതിന് വിരിപ്പ് വരുന്നുടനെ അപ്പോൾ ആ വരുന്ന സമയത്ത് അതെടുക്കുക, അത് ചെയ്യുക. ഒരു ഇഞ്ചി കിളിച്ച് ഒരു പിന്നെ ഒരു 1.5 വലിച്ചാൺ നീളത്തിൽ അത് വന്നു കഴിയുമ്പോൾ നമ്മൾ ആദ്യത്തെ വളം ചെയ്യണം. ആദ്യം നമ്മൾ അടിവളം ചെയ്യുന്നുണ്ട്. അതുകൂടാതെ വീണ്ടും നമ്മൾ ചാണകവും, അത് പച്ചച്ചാണകമായിരിക്കും ഏറ്റവും നല്ലത്. ചവറും വെച്ച് ചാണകവും വെച്ചിട്ട് മണ്ണ് ഇട്ട് കഴിഞ്ഞാൽ അത് ആവില്ല. പിന്നെ ഇതിനിടയ്ക്ക് അല്പം യൂറിയ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ വളമെല്ലാം പെട്ടെന്ന് പിടിച്ചെടുക്കാനും മറ്റ് ഫംഗസ് രോഗങ്ങൾ വരാത്ത ഒരവസ്ഥയുണ്ട്. കാര്യം എനിക്ക് എൻ്റെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ ഇതുപോലെ ഇങ്ങനെ പുള്ളിയായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാനത് യൂറിയ കലക്കിയിട്ട് അത് പമ്പിനകത്ത് ചെയ്ത് ഞാനത് ചെറിയ സ്പ്രേ വെച്ചിട്ട് ഞാനത് സ്പ്രേ ചെയ്തു. അപ്പോൾ ആ സ്പ്രേ ചെയ്ത് കഴിഞ്ഞ് 2ാമത്തെ ദിവസം മുതൽ അത് കംപ്ലീറ്റ് മാറി. ഞാൻ വേറെ യാതൊരു പിന്നെ സ്യൂഡോമോണസും ഒക്കെ ചെയ്യണമെന്നൊക്കെ അവർ പറഞ്ഞെങ്കിലും ഞാൻ അതൊന്നും ചെയ്തില്ല. എനിക്കിതുകൊണ്ട് മാത്രം എൻ്റെ അനുഭവമാണ്. സ്വന്തമായിട്ട് ഞാൻ എങ്ങനെ നോക്കി അത് വളരെ പ്രയോജനപ്പെട്ടു. പിന്നെ ഇതൊരു 6 മാസം വളമാണ്. ഇഞ്ചി, ചേന ഇങ്ങനെയുള്ള ഇതൊക്കെ 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 6 മാസം അത് കഴിഞ്ഞ് സാധാരണ രീതിയിൽ കിടക്കും. ഈ വിളവെടുക്കുമ്പോൾ ഒരു മൂടിൽ നിന്ന് ശരാശരി എത്ര കിലോ കിട്ടും? രീതിയിൽ എനിക്കാണെങ്കിൽ ഏതാണ്ട് പിന്നെ ഒരു മൂട്ടിൽ നിന്ന് 3.5 കിലോ 4 കിലോ വരെ കിട്ടുള്ളൂ. ഇപ്പോൾ അത് കിളയ്ക്കാൻ കിടക്കുന്നതാണെങ്കിലും അത് നല്ല ഇതാണ്. 100 മൂട് ഇഞ്ചിയാണ് ഇപ്പോൾ ഇവിടെ നട്ടിരിക്കുന്നത്. 3-4 അടി വീതിയിൽ വാരമെടുത്ത് അതിൽ ചാരവും ചാണകവും ചേർത്താണ് ഇഞ്ചി നടുക. ഒരു മൂട്ടിൽ നിന്നും ശരാശരി 3 കിലോ ഇഞ്ചി പ്രതീക്ഷിക്കുന്നു. കുളം സംരക്ഷണ പദ്ധതി പ്രകാരം നിർമ്മിച്ച ഈ കുളത്തിൽ നിന്നാണ് ഫാമിലേക്കും കൃഷിക്കും വേണ്ടുന്ന വെള്ളം ലഭിക്കുക. 100-ലേറെ വരുന്ന വിവിധതരം വാഴകളാണ് ഇവരുടെ കൃഷിഭൂമിയിലെ മറ്റൊരു കൃഷി. ഏത്തൻ, ഞാലിപ്പൂവൻ, റോബസ്റ്റ, മലമ്പൂവൻ തുടങ്ങിയ ഇനങ്ങൾ ഇവിടെ നേരിട്ട് നിൽക്കുന്നു. ഈ ഏത്തവാഴ കൃഷി എങ്ങനെയാണ് ചെയ്യുന്നത്? ഇതിൻ്റെ പരിപാലനങ്ങൾ ഒന്ന് പറ. ഈ ഏത്തവാഴ കൃഷി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യം പറമ്പ് നമ്മൾ വൃത്തിയാക്കിയെടുത്തതിന് ശേഷം ആ പറമ്പിനകത്ത് തന്നെ നമ്മൾ 2 രീതിയിൽ നമ്മൾ ഏത്തവാഴ നടാൻ പറ്റും. അതായത് ഈ തെങ്ങിന് നമ്മൾ തടവെടുക്കുന്ന പോലെ തന്നെ അത്രയും ആഴത്തിലല്ലെങ്കിൽ പോലും അങ്ങനെ സമയതലത്തിൽ തടവെടുത്തിട്ട് ആ തടത്തിനകത്ത് ചവറും ചാണകവും കരിയിലും എല്ലാം കൂടി ഇട്ട് നമ്മൾ അതിട്ട് മൂടിയിട്ട് കഴിഞ്ഞാൽ എന്നിട്ട് കുമ്മായി ഇടണം. കുമ്മായി ഇട്ട് മൂടിയിട്ട് കഴിഞ്ഞാൽ ഈ വിത്ത് നമ്മൾ കിളച്ച് എടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ നടുന്നില്ല. അത് ഒന്നിൽ ഈ പിന്നെ ചാരത്തിനകത്ത് മുക്കുകയോ അതല്ലെങ്കിൽ ചാണകപ്പാലും ചാരവും കൂടി ചേർത്തിട്ട് മുക്കിയിടുകയോ അല്ലെങ്കിൽ കുമ്മായം കൂടി ചേർത്ത്. അതെന്തിനാണ്? അത് പുഴുവിൻ്റെ ശല്യം ഒഴിവാൻ, ഈ മാണത്തേരെ പുഴു കാണും. അപ്പോൾ ആ പുഴുവിൻ്റെ ശല്യം ഒഴിവാൻ വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്യും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഇതിനകത്ത് വയ്ക്കും. ഇത് നട്ട് കഴിഞ്ഞ് കിളിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം വീണ്ടും നമ്മൾ ഈ രീതിയിൽ തന്നെ ചെയ്യുകയാണ്. ജൈവ കൃഷി അനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ മറ്റ് രാസവളങ്ങളൊന്നും ചെയ്യേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും ഇതിനും അല്പം പിന്നെ ഫാക്ടം ഫോസോ യൂറിയയോ കിട്ടി കഴിഞ്ഞാൽ ഈ ഇടുന്ന ചാണകം അത് പെട്ടെന്ന് വലിച്ചെടുക്കാനും വാഴയ്ക്ക് കുറേ കൂടി പുഷ്ടി വരാനും മറ്റ് യാതൊരു വളങ്ങളും ചേർത്തില്ലെങ്കിൽ പോലും LIP നിൽക്കുന്ന കൊലകൾ ഇതിനകത്ത് വേറൊന്നും ചെയ്തിട്ടില്ല. എല്ലാം ഈ രാസവളം ഒന്നും ചെയ്യാതെ ഈ ചാരവും പിന്നെ ചാണകപ്പൊടിയും മാത്രം ഇട്ട് അതായത് എൻ്റെ ഈ സ്ലറി വഴി വന്നിട്ട് അവിടെ ഞാൻ അതെല്ലാം കോരിക്കൊണ്ടുവന്ന് എൻ്റെ ചവിട്ടി കൊണ്ടുവന്ന് ഒഴിച്ച് ആ ഒരു രീതിയിലായിരുന്നു നമ്മൾ ഈ കൃഷി ഇത് മൊത്തം ചെയ്തുകൊണ്ടിരുന്നത്. ഇതിനകത്ത് നമ്മൾ ഈ വാഴ വെച്ചിരിക്കുന്നതിനകത്ത് ഇപ്പം നമ്മൾ പൂവൻവാഴയുണ്ട്, പിന്നെ ഏത്തവാഴയുണ്ട്, പിന്നെ കദളി എന്ന് പറഞ്ഞൊരു വാഴ, അത് അപ്പുറത്ത് അവിടെ 2 മൂടുണ്ട്. ഈ നമ്മൾ അമ്പലത്തിലേക്ക് ഈ ശബരിമലയ്ക്ക് പൂജയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന കദളി വാഴ. 10 അടി അകലത്തിൽ 1 അടി താഴ്ചയിൽ കുമ്മായവും ചാരവും ചാണകവും ചേർത്ത മിശ്രിതത്തിലാണ് വാഴ നടുക.
പുഴുശല്യം ഒഴിവാക്കാൻ ചാണകത്തിൽ മുക്കിയെടുത്ത വാഴക്കന്നുകളാണ് നടാൻ ഉപയോഗിക്കുന്നത്. രാംരാജിന്റെ മറ്റൊരു സംരംഭമാണ് കരനെൽ കൃഷി. ഒരേക്കർ സ്ഥലത്താണ് കരനെൽ കൃഷി ചെയ്യുന്നത്. നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന കരപ്രദേശമാണ് കരനെൽ കൃഷിക്ക് അനുയോജ്യം. മഴ ലഭിക്കുന്നതോടൊപ്പം സ്ഥലം നന്നായി ഉഴുത് കളകൾ മാറ്റി നിരപ്പാക്കുക. 1 സെന്റിന് 1 കിലോ കുമ്മായം എന്ന തോതിൽ നിലമൊരുക്കുന്ന സമയത്ത് മണ്ണിൽ ചേർക്കുന്നത് നല്ലതാണ്. ഏതിനം നെൽവിത്തുകളാണ് ഈ കരനെൽ കൃഷിക്ക് ഉപയോഗിക്കുന്നത്? കരനെൽ കൃഷിക്ക് പഴയ കാലത്ത് ചെയ്യുന്നത് ഈ മുന്നായന്, കൊച്ചുവിത്ത്, അങ്ങനെയുള്ള വിത്തുകളൊക്കെയായിരുന്നു. അയ്യാറട്ട് ഒക്കെ ആയിരുന്നു പഴയ കാലത്ത്. ഇപ്പോഴതെല്ലാം മാറി ഓരോ സങ്കര വർഗ്ഗങ്ങളായി ഗവേഷണം ചെയ്ത് ഓരോ വിത്തുകൾ കണ്ടെത്തി. ഇതേതിനമാണ്? ഇതിപ്പോഴേ നമ്മളിവിടെ ചെയ്തിരിക്കുന്ന ഉമ എന്ന് പറയുന്ന ഉമ, ആ വിത്താണ്. അത് കൃഷിഭവനിൽ നിന്നാണ് തന്നിരിക്കുന്നത്. അപ്പം കൃഷിഭവനിൽ നിന്ന് ഞാൻ ഈ കാർഷിക വികസന സമിതിയിലെ ഒരു അംഗം കൂടാണ്. വീടിന്റെ മുറ്റം ചെറിയൊരു ഉദ്യാനമാക്കി മാറ്റുകയും ചെയ്തു ഈ കുടുംബം. നാട്ടുചെടികളും ആന്തൂറിയവും ഓർക്കിഡുമൊക്കെ പൂവിടർത്തി ഇവിടെ നിരയിട്ട് നിൽക്കുന്നു. പശുപരിപാലനത്തിലെ മികവും ക്ഷീരോത്പാദകത്തിലെ തികവും കണ്ടറിഞ്ഞ് മെയ്വേലി ഗ്രാമപഞ്ചായത്ത് മികച്ച ക്ഷീരകർഷകനായി രാംരാജിനെ ആദരിച്ചു. മികച്ച കർഷകനായുള്ള പൗരസമിതിയുടെ ഷീൽഡും പൊന്നാടയും ഇദ്ദേഹത്തിനുള്ളതായിരുന്നു. ഈ അച്ഛനും മകനും നമ്മുടെ കാർഷിക മേഖലയോട് പങ്കുവയ്ക്കുന്ന ഒരനുഭവ സാക്ഷ്യമുണ്ട്. പൂർവ്വകാലങ്ങൾ കൈമാറിത്തന്ന പശുവിൻ ചാണകത്തിന്റെ ഗന്ധം പോലും ഒരനുഗ്രഹ സിദ്ധിയായി കണ്ട് അവ പൈതൃക സ്വത്തായി അടുത്ത തലമുറയിലേക്കും കൈമാറാൻ ബദ്ധശ്രദ്ധനായി നിൽക്കുന്നുണ്ടെന്നത് നമ്മുടെ കാർഷിക മേഖലയ്ക്ക് പുതിയ പ്രതീക്ഷകൾ നൽകുന്നു. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू पोर्ट। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാർഷിക ഉൽപ്പന്ന സംസ്കരണവും മൂല്യവർദ്ധനവും അന്തർദേശീയ ശില്പശാല തിരുവനന്തപുരത്ത്. ഉണക്ക റബ്ബറിൽ നിന്നുള്ള ഉൽപ്പന്ന നിർമ്മാണത്തിൽ പരിശീലനം. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാന കൃഷിവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഡിസംബർ 1 മുതൽ 5 വരെ തിരുവനന്തപുരം കനകക്കുന്ന് കൊട്ടാരത്തിൽ കാർഷിക ഉൽപ്പന്ന സംസ്കരണവും മൂല്യവർദ്ധനവും എന്ന വിഷയത്തിൽ അന്തർദേശീയ ശില്പശാല സംഘടിപ്പിക്കുന്നു. പങ്കെടുക്കാൻ താൽപര്യമുള്ള സംരംഭകർ നിർദ്ദിഷ്ട കൃഷിഭവനുകളിൽ പേര് രജിസ്റ്റർ ചെയ്യണം. പേര് രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി ഒക്ടോബർ 30. കൃഷി സാങ്കേതിക ഉദ്യോഗസ്ഥന്റെ കുറിപ്പടിയുടെ അടിസ്ഥാനത്തിലല്ലാതെ കീടനാശിനികൾ വിതരണം ചെയ്യുന്നത് കുറ്റകരമാണ്. അനധികൃതമായി കീടനാശിനികൾ വിതരണം ചെയ്യുന്നതിനും ഉപയോഗിക്കുന്നതിനുമെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ അറിയിച്ചു.
തിരുവനന്തപുരം വെള്ളായണി കാർഷിക കോളേജ് ഇൻസ്ട്രക്ഷണൽ ഫാമിൽ ഈ മാസം 21, 22 തീയതികളിൽ കൂൺ കൃഷിയിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ളവർ ഈ മാസം 20-ാം തീയതിക്ക് മുമ്പായി പേര് രജിസ്റ്റർ ചെയ്യണം. വിശദവിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. 9446 1 75827. ഉണക്ക റബ്ബറിൽ നിന്നുള്ള ഉൽപ്പന്ന നിർമ്മാണത്തിൽ റബ്ബർ ബോർഡ് പരിശീലനം നൽകുന്നു. മോൾഡഡ്, എക്സ്ട്രൂഡഡ്, കാലൻഡറേറ്റഡ് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, പ്രകൃതിദത്ത റബ്ബർ, കൃത്രിമ റബ്ബർ, റബ്ബർ കോമ്പൗണ്ടിംഗ്, പ്രോസസ് കൺട്രോൾ, വൾക്കനൈസേറ്റ് പരിശോധനകൾ എന്നിവയിലാണ് പരിശീലനം. ഒക്ടോബർ 24 മുതൽ 28 വരെ കോട്ടയത്തെ റബ്ബർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പരിശീലനം. ഫീസ് 3500 രൂപ. വിശദവിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. 0481 2 353 325. മറ്റൊരു നമ്പർ 0481 2 353 127. കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡിന്റെ പാലക്കാടുള്ള ധോണി ഫാമിൽ തീറ്റപ്പുൽ വിത്തും നടീൽ വസ്തുക്കളും വിൽപ്പനയ്ക്ക്. CO2, CO3, CO4 എന്നീ പുല്ലിനങ്ങളുടെ നടീൽ വസ്തുക്കളാണ് ലഭിക്കുക. KLDBയുടെ കുളത്തൂപ്പുഴ ഫാമിലും പുൽവിത്തുകൾ ലഭിക്കും. ആവശ്യമുള്ള കർഷകർ മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ പാലക്കാട് 0491 2 556 127. മറ്റൊരു നമ്പർ 0491 2 555 127. കുളത്തൂപ്പുഴ 0475 2 317 547. തെങ്ങ് കൃഷിയിൽ ഈ മാസം ചെയ്യേണ്ട പണികൾ. തുലാമഴയ്ക്ക് മുമ്പായി തെങ്ങിന്റെ ഇടകിളക്കലും മണ്ട വൃത്തിയാക്കലും നടത്തണം. പയർവർഗ്ഗങ്ങൾ, വാഴ തുടങ്ങിയവ ഇടവിളയായി കൃഷി ചെയ്യാൻ പറ്റിയ സമയമാണിത്. മണ്ട വൃത്തിയാക്കുന്ന അവസരങ്ങളിൽ കൊമ്പൻ ചെല്ലിയെ നിയന്ത്രിക്കാൻ ഉപ്പും മണലും കലർത്തിയിടണം. കൊമ്പൻ ചെല്ലിയുടെ പുഴുക്കളെ നശിപ്പിക്കാൻ മെറ്ററൈസം കൾച്ചർ വളക്കുഴികളിൽ 1 ക്യൂബിക് അടിക്ക് 80 ml എന്ന തോതിൽ ചേർത്ത് കൊടുക്കണം. പൂങ്കുലച്ചാഴിയെ നിയന്ത്രിക്കാൻ നിംബിസിഡിൻ, നീമാസാൻ തുടങ്ങിയ 4 ml 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി തളിക്കാം. കൂമ്പ് ചീയലിന് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ പൊട്ടാസ്യം ഫോസ്ഫേറ്റ് പ്രയോഗിക്കുക. ഇതിനായി തെങ്ങൊന്നിന് 1.5 മില്ലിലിറ്റർ 300 മില്ലിലിറ്റർ വെള്ളത്തിൽ ചേർത്ത് കുരുത്തോലയ്ക്ക് തൊട്ടടുത്തുള്ള ഓലക്കവിളുകളിൽ മഴയില്ലാത്ത ദിവസങ്ങളിൽ ഒഴിക്കണം. കൂമ്പുചീയൽ ബാധിച്ച തെങ്ങുകളിൽ കേടുവന്ന ഭാഗം വെട്ടിമാറ്റി ബോർഡോ കുഴമ്പ് തേക്കുക. സെപ്റ്റംബർ മാസത്തിൽ വളപ്രയോഗം നടത്താത്ത തോട്ടങ്ങളിൽ വളപ്രയോഗം നടത്തുക. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കിൻഡലിന് കൊച്ചിയിൽ 9100 രൂപ, കോഴിക്കോട് 10400 രൂപ, തൃശൂർ 9300 രൂപ. കൊപ്ര കൊച്ചി 6205 രൂപ, കോഴിക്കോട് 6400 രൂപ, തൃശൂർ 6410 രൂപ. കുരുമുളക് അൺഗാബിൾഡ് 68100 രൂപ, ഗാബിൾഡ് 71100 രൂപ. ചുക്ക് മീഡിയം 13000 രൂപ, ബെസ്റ്റ് 14500 രൂപ. മഞ്ഞൾ സേലം 9400 രൂപ, ഈറോഡ് 9600 രൂപ. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 11000 രൂപ, RSS 4ാം ഗ്രേഡ് 11600 രൂപ. കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 11000 രൂപ, RSS 4ാം ഗ്രേഡ് 11600 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ കിൻഡലിന് 9100 രൂപ, കൊപ്ര 6205 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2100 രൂപ, റോട്ടറി 2300 രൂപ. കുരുമുളക് അൺഗാബിൾഡ് 68100 രൂപ, ഗാബിൾഡ് 71100 രൂപ. ചുക്ക് മീഡിയം 13000 രൂപ, ബെസ്റ്റ് 14500 രൂപ. മഞ്ഞൾ നാടൻ 11500 രൂപ. അടയ്ക്ക പുതിയത് 18000 രൂപ മുതൽ 19000 രൂപ വരെ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 200 രൂപ മുതൽ 240 രൂപ വരെ, തൊണ്ടില്ലാത്തത് 400 രൂപ മുതൽ 450 രൂപ വരെ. ജാതിപത്രി 600 രൂപ മുതൽ 850 രൂപ വരെ, ഗ്രാമ്പു 750 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് 11000 രൂപ, RSS 4ാം ഗ്രേഡ് 11600 രൂപ. ഒട്ടുപാൽ 7400 രൂപ, ലാറ്റക്സ് 7400 രൂപ. കമ്പോള അവലോകനം. റബ്ബർ മാർക്കറ്റിൽ നിന്ന് ടയർ നിർമ്മാതാക്കളും ചെറുകിട വ്യവസായികളും പിൻവലിഞ്ഞതുമൂലം തുടർച്ചയായ 2ാം ദിവസവും നിരക്ക് ഇടിഞ്ഞു. 4ാം ഗ്രേഡിന് ഇന്ന് 250 രൂപ കുറഞ്ഞ് 11600 രൂപയായി. റബ്ബറിന് നേരിട്ട വിലത്തകർച്ച കാർഷിക മേഖലയെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാക്കി.
ദീപാവലി വേളയിലെ ബമ്പർ വിൽപ്പനകൾ മുന്നിൽ കണ്ട് അന്തർ സംസ്ഥാന വ്യാപാരികൾ ഏലക്ക ശേഖരിച്ചു. വണ്ടൻമേട്ടിൽ മികച്ച ഇനങ്ങൾ കിലോ 1208 രൂപയിലും ശരാശരി ഇനങ്ങൾ 1022 രൂപയിലുമാണ്. മൊത്തം 68 ടൺ ഏലക്ക ലേലം കൊണ്ടു. ചുക്കിനെ ബാധിച്ച വില തകർച്ച തുടരുന്നു. അന്തർ സംസ്ഥാന വ്യാപാരികളും കയറ്റുമതിക്കാരും ചുക്ക് സംഭരണം കുറച്ചു. വിവിധ ഇനം ചുക്കിന് 500 രൂപ കുറഞ്ഞാണ് വ്യാപാരം തുടങ്ങിയത്. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും പ്രമുഖ വിപണികളിൽ വെളിച്ചെണ്ണ, കൊപ്ര വിലകളിൽ കാര്യമായ വ്യതിയാനമില്ല. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 33.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.6. കോഴിക്കോട് 35.2 25. കൊച്ചി 33 24.3. ആലപ്പുഴ 34.5 26. പുനലൂർ 33.6 25. തിരുവനന്തപുരം 33.1 25.5 ഡിഗ്രി സെൽഷ്യസ്. ഇന്നത്തെ കാർഷിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂട്ടാനിൽ മസാല കൂടുതലാ. എത്ര തവണ പറഞ്ഞിട്ടുണ്ട്, ആവശ്യം എത്രയോ അത്രേ ഇടാവൂന്ന്. അല്ലേ, എനിക്ക് വല്ലപ്പോഴും പിടിക്കുന്നതാ. നിങ്ങളോ എപ്പോഴും പാടത്തെ കണ്ണിൽ കണ്ട കീടനാശിനി ഇടുന്നു. അതെന്തിനാ? നേരാ മോള് പറഞ്ഞത്. നോക്ക്, വയലിൽ എത്ര വേണോ അത്രയേ മരുന്നടിക്കാവൂ. ഓർത്തോളൂ, കീടനാശിനി വിഷമാണെന്ന് മറക്കണ്ട. പിന്നിൽ എഴുതിയിട്ടുള്ള കണക്കിലെ മരുന്നടിക്കാവൂ. ആദ്യം ഫെറോമോൺ ട്രാപ്പ്, ലൈറ്റ് ട്രാപ്പ്, മിത്രകീട്, ജൈവ കീടനാശിനി ഇവ ഉപയോഗിക്കുക. ആവശ്യമെങ്കിൽ മാത്രം രാസകീടനാശിനി പ്രയോഗിക്കുക. രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് കയ്യുറ, മോസ്ക്, നീളൻ കൈയുള്ള ഉടുപ്പിവ ധരിച്ച് മരുന്നടിക്കുക. കാറ്റിനൊപ്പിച്ച് മരുന്നടിക്കുമ്പോൾ പിന്നിലായി നിൽക്കുക. മരുന്നിന്റെ ടിൻ, തളിക്കൽ യന്ത്രം ഇവ സുരക്ഷിത സ്ഥാനത്ത് സൂക്ഷിക്കുക. എന്താ ഇപ്പൊ വല്ലതും മനസ്സിലായോ? ഓ, മനസ്സിലായി എന്റെ പൊന്നെ. ഇനി പറ്റില്ല അബദ്ധം. ഇവളെ നിന്നെ കുടിപ്പിച്ചില്ലേ വെള്ളം?